ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പം ഇന്ന് ഞാനും ഏട്ടനും ശിവും കൂടി ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ശിവൂട്ടന് വേണ്ടിയാണേ ഷോപ്പിംഗ്. അപ്പം ബുക്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇപ്പം അവന് സ്പ്രിംഗ് ബ്രേക്കാണ്. അപ്പം ഈ സ്ക്രീനൊക്കെ കണ്ട് മൊബൈലോ ടാബൊക്കെ നോക്കി ടൈം കളയുന്നത് എന്തിനാന്ന് വിചാരിച്ച് ബുക്സ് മേടിച്ചു കൊടുക്കുക. ആൾക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. ഒരു 5 വയസ്സ് ഒക്കെ ഉള്ളപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത് ശിവൂട്ടന് ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടമാണെന്ന്. സ്കൂളിൽ നിന്നും ഉണ്ട് അവർക്ക് ആ റീഡിങ് ഒരു സെഷൻ ഉണ്ടാവുമല്ലോ, അപ്പോഴും അവൻ വായിക്കും. അല്ലാതെയും എന്തെങ്കിലും കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ അവന് ഇങ്ങനെ വരയ്ക്കാനും പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ബുക്സ് വായിക്കാനും ക്രാഫ്റ്റിങ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പണ്ടവന് ഈ ടോം ഗേറ്റ്സിൻ്റെ ബുക്കുണ്ട്, ഈ കോമിക് ബുക്കാണ്, അത് മേടിച്ചു കൊടുക്കുമായിരുന്നു. നമ്മൾ നാട്ടിൽ പോകുമ്പം അവിടുന്ന് മേടിച്ചുകൊണ്ട് വരും. പിന്നെ ഇങ്ങനെ ഓരോ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് വീക്കെൻഡ് അങ്ങനെയൊക്കെ കിട്ടുമ്പം ഓരോന്നായിട്ട് അവന് കൊടുക്കും. അപ്പോൾ അങ്ങനെ വായിച്ചു തീർക്കും. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു വായിക്കൽ അഡിക്ഷൻ പോലെയാണ്. എവിടെ പോകുമ്പം ബുക്കുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും എപ്പോഴും ബുക്ക് തുറന്ന് വെച്ച് വായിക്കലാണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് മേടിക്കാൻ പോയത് ജരീർ ബുക്ക് സ്റ്റോറിലോട്ടായിരുന്നു. നമ്മൾ കുവൈറ്റിലുള്ളപ്പോഴും ജരീർ ബുക്ക് സ്റ്റോറിൽ നിന്ന് ബുക്ക് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലൈമറ്റ് കണ്ടാൽ അറിയാം കേട്ടോ. ഞാൻ ഒരു ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഇവിടെ മഴയാണ്, സമ്മറൊന്നും തുടങ്ങിയില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഇവിടെ തണുപ്പും തണുത്ത കാറ്റൊക്കെ തന്നെ. ഇവിടെ അങ്ങനെ അത്ര ഒരു സ്ട്രോങ് സമ്മർ വന്നിട്ടില്ല. നമ്മൾ കുവൈറ്റിലൊക്കെ ഉള്ളപ്പോൾ ഈ ടൈം ആകുമ്പോൾ നല്ല ചൂടായിരിക്കും, പുറത്തൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പയും ശിവം കൂടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ വയൽ ഞാനും കുറച്ച് എക്സ്പ്ലോർ ചെയ്താലോ എന്ന്. ഇവിടെ ബുക്സ് മാത്രമല്ല, ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ ക്യൂട്ട് ക്യൂട്ട് ടോയ്സ്, ഇങ്ങനെ ബാഗ്സ്, ക്രാഫ്റ്റ്സ്, എന്താ പറയുക, ക്യൂട്ട് സാധനങ്ങൾ കുറേ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ശിവുട്ടൻ ബുക്ക് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവൻ ഇങ്ങനെ മെല്ലെ നോക്കി ഓരോന്നും കണ്ടുപിടിച്ച് അവൻ്റെ ഇഷ്ടമുള്ള ചോയ്സുള്ള ഒക്കെ നോക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഓഫർ ഉണ്ടായിരുന്നു, ബൈ ടു ഗെറ്റ് വൺ, അങ്ങനെ ചിൽഡ്രൻസിൻ്റെ ബുക്കിൽ ഓഫർ ഉണ്ടായിരുന്നു, ബൈ ടു ഗെറ്റ് വൺ. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ലൈക്ക് 4 ബുക്സ് അവൻ്റെ ഇഷ്ടത്തിന് എടുത്തോളൂ, ഒരെണ്ണം അമ്മ അപ്പയ്ക്ക് എന്താണ് ശിവ വായിക്കാൻ ഇഷ്ടമുള്ള അങ്ങനത്തെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 5 എണ്ണം അവൻ്റെ ഇഷ്ടത്തിനും എടുത്തു, ഒരെണ്ണം ഞങ്ങളെ ഇഷ്ടത്തിനും ഒരെണ്ണം എടുത്തു കൊടുത്തു. എനിക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ കുറേ ബുക്സ് വായിക്കുമായിരുന്നു, എനിക്കിഷ്ടമാണ്. ഇപ്പം അതിനുള്ള ടൈമൊന്നും കിട്ടാറില്ല, എന്നാലും വായിക്കും, വല്ലപ്പോഴും. കുറവാണ് വായിക്കുന്നത് കമ്പയർഡ് ടു ചെറിയ കാലം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് ടൈപ്പ് ഓഫ് ബുക്ക് വായിക്കാനാണ് ഇഷ്ടം? എങ്ങനത്തെ ജോണറുള്ള ബുക്കാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ്? അതോ ഒരു ബുക്ക് കിട്ടിയാൽ അത് പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു തീർക്കണം? എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, വെക്കാൻ പറ്റില്ല ബുക്ക്, വായിച്ച് തീർക്കണം. ഇപ്പം പക്ഷേ കുറേ ടൈമൊക്കെ എടുത്തിട്ടാട്ടോ ഒരു ബുക്ക് വായിച്ച് തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ബുക്കാണ് ഇഷ്ടമുള്ളതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടണേ, എന്ത് ടൈപ്പാണ്. പിന്നെ ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ട് സ്റ്റോറി ബുക്സൊക്കെ നമ്മളൊന്നും ചെറുപ്പത്തിൽ നമുക്ക് അത്ര കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഇപ്പം, പക്ഷേ പുള്ളി വലുതായില്ലേ ശിവട്ടൻ, അപ്പോൾ ശിവട്ടൻ ഇപ്പം അങ്ങനത്തെ ബുക്കൊന്നും വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ഇപ്പം അവന് വേറെ ടൈപ്പ് ഓഫ് കാര്യങ്ങളിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. ഞാൻ പക്ഷേ അവിടെ നല്ല ഭംഗിയുള്ള പെൻസ്, ഇങ്ങനെ ബീഡ്സ്, നമുക്ക് ഒരു കീ ചെയിൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ, എനിക്ക് പിന്നെ ഈ ഗേളി സെക്ഷനിൽ പോയിട്ടുള്ള സാധനങ്ങളൊക്കെ, ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ അത് അന്വേഷിച്ച് നടക്കുമായിരുന്നു. അവൻ ബുക്ക് സെലക്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് പറ്റിയ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു, എനിക്ക് തോന്നുന്നു ഒരു 6-7 ഇയേഴ്സ് വരെ ശിവട്ടൻ ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളും സീസേഴ്സൊക്കെ മേടിച്ചു കൊടുത്താൽ അവർ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇപ്പം അവൻ പറയും അമ്മ ഞാൻ ബിഗ് ബോയ് ആയി. കുട്ടികളെ അറിയാമല്ലോ, അവർ ഇത്തിരി വലുതാകുമ്പോഴേക്ക് ഇനി അവർക്ക് അവരുടെ ചോയ്സസും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം ശിവട്ടന് ഓരോ ഏജ് എത്തുമ്പോൾ ഓരോരോ ചോയ്സ് നമ്മൾ കൊടുക്കാറുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ സ്കൂളിൽ റീഡിങ് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവന് വീക്ക്ലി 2 ബുക്സ് അവൻ കൊണ്ടുവരാറുണ്ട്. ഈ അടുത്ത ആൾക്കൊരു വേർഡ് മില്യനർ അവാർഡൊക്കെ കിട്ടി കേട്ടോ. അതായത് 1 മില്യൺ വേർഡ്സ് അവൻ സ്കൂളിലെ ബുക്സ് കൊണ്ടുവന്ന് വായിച്ച് തീർത്തു. അവർക്ക് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ഒരു ക്വിസൊക്കെ ഉണ്ട്, അതൊക്കെ ആൻസർ ചെയ്ത് അവർ ടീച്ചേഴ്സൊക്കെ അത് അസസ് ചെയ്യും. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, 1 മില്യൺ വേർഡ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പം എനിക്ക് പൊതുവെ എക്സൈറ്റഡ് ആണ് ഞാൻ. അക്കാഡമിക്കലി അല്ലാത്ത എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ശിവന് കിട്ടുമ്പോൾ, മാർക്സ് അങ്ങനത്തെ കാര്യമല്ല, അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവൻ്റെ അച്ചീവ്മെൻറ്റ് ഞാൻ ഭയങ്കര എനിക്ക് എക്സൈറ്റഡ് ആയിരിക്കും ഞാൻ, എനിക്ക് ഭയങ്കര സന്തോഷമാണത്. അപ്പം ഞാൻ പിന്നെ ഈ ഗേൾസ് സെക്ഷനിലൊക്കെ പോയിട്ട് നച്ചുമോൾക്ക് വല്ല പറ്റിയ ഗിഫ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അവൾ വരുമ്പോൾ അവളെ ഇഷ്ടത്തിന് അവൾക്ക് പോയിട്ട് മേടിച്ചു കൊടുക്കാമെന്ന്. നല്ല ക്യൂട്ട് ക്യൂട്ട് ഡയറീസ് പിന്നെ ഓഫറിലുണ്ടായിരുന്നു, പക്ഷേ അതിലൊന്നും നമുക്ക് വലിയ ഇഷ്ടമുള്ളതൊന്നും കിട്ടിയില്ല. അങ്ങനെ അവന് ഇഷ്ടമുള്ള കുറച്ച് ബുക്സൊക്കെ മേടിച്ചു. അപ്പോൾ ആൾക്ക് അപ്പോൾ അവിടെ നിന്ന് ഏതോ ഒരു കീ ചെയിനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ടൈം, എല്ലാം നമ്മൾ അവർ പറയുന്നത് കേട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.